എപ്പോഴും തിരക്കും. കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച കരയും. പോലും എന്നെ കുറ്റപ്പെടുത്താൻ കിരീട്ട എല്ലാം എന്റെ കുഴപ്പമുണ്ടാണോ? അഴിഞ്ഞാടി നടന്നോക്കി ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും നല്ലോണം അറിയാം. ദൈവം അവൻ എത്രയും ശിക്ഷ കൊടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല മോളെ. അനുഭവിക്കണം, അയാൾ ഒന്നൊന്നായി അനുഭവിച്ച് തീർക്കണം. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ. എന്റെ മോള് ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കരുത് എനിക്ക് ആഗ്രഹമുണ്ട്. സഹതാപല്ലേ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എനിക്കൊന്നും കേൾക്കണ്ട, ആരെയും കാണുകയും വേണ്ട മോളെ. ഗിരി, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. പെട്ടെന്നിങ്ങ് വന്നേക്കണം. ശാലു ഒറ്റയ്ക്കാണ് വന്നത്. നമ്മുടെ മോൻ എപ്പോഴും തിരക്കും. കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച കരയും. എങ്ങനെ കാണുന്നതിലും ഭേദം കൊണ്ടുവരാതിരിക്കുന്ന നല്ലെന്ന് തോന്നി. ഗംഗേച്ചി, എല്ലാരും എന്നെ വെറുത്തു. ഗംഗേച്ചി പോലും എന്നെ കുറ്റപ്പെടുത്താൻ കിരീട്ട. ഞാനൊരു അപശകുനാണെന്ന് എല്ലാരും പറയുന്നത്. എല്ലാം എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്ത. ആണോ കിരീട്ട? എല്ലാം എന്റെ കുഴപ്പം കൊണ്ടാണോ? ശാലു, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എനിക്കറിയാലോ നിന്നെ. അതുപോലെ അതുകൊണ്ട് നീ എന്ത് കാര്യം കിരീട്ട? എനിക്ക് മടുത്തു. ഈ ജീവിതം എനിക്ക് മടുത്തു. കിരീട്ടനില്ലാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. നമ്മുടെ മോനില്ലായിരുന്നെങ്കിൽ. എന്താ ശാലു നീ പറയുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് നീ.
നമ്മുടെ മോനെ വളർത്തണം, അവന് വേണ്ടി ജീവിക്കണം നീ. എല്ലാ കാര്യങ്ങൾക്കും നീ ഉണ്ടാവണം. ആ, ഗംഗേച്ചിയെ എനിക്കൊന്ന് കണ്ടാക്കൊള്ളാന്നുള്ള ചാലു, നീ ഒന്ന് പറയൂ. സമയം കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാന്ന് ശാമിട്ട് പറയുന്നത്. സുപ്രീം കോർട്ട് വരെ പോകാനും ഒരുക്കാണെന്ന്. പക്ഷെ അതിന് കിരീട്ടം കൂടി. കിരീട്ടം എന്താന്നും പറയാത്ത. സമയം കഴിഞ്ഞു ഒന്ന്. ചാലു, ഞാൻ പോയിട്ട് വരാം. വരുന്ന വരവ് കണ്ടില്ലേ? ഒന്ന് നിന്നേ. എവിടെ പോയിട്ട് വരുന്നു കൊച്ചമ്മ? നിന്നോടാ ചോദിച്ചത്. അല്ലേ, അവളുടെ ഒരു ധിക്കാരം കണ്ടില്ലേ? ചോദിച്ചത് അവളോടല്ലെന്ന മട്ടിലൊരു പോക്ക്. ഇവളെ ഇന്ന് ഞാനൊരു ഒന്ന് നിന്നേ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എന്റെ ഭഗവതി, ഇവള് പെണ്ണ് തന്നെയാണോ? ഒരാങ്കൊച്ചിനെ കൊലക്കൊണ്ട് കൊടുത്തിട്ട് ഇവക്ക് വല്ല കൂസലുണ്ടോ നോക്കിയേ. നീ ഇത് കണ്ടില്ല ഗംഗമോളെ? ഗംഗേച്ചി, ഇവരോട് സംസാരിക്കാതിരിക്കാൻ പറയുന്നുണ്ടോ? ഇവരെന്നോ? ഞാനെന്താ നിന്റെ അടിച്ചു തള്ളിക്കറിയാനോടി? ചെറുക്കനെ കൊണ്ട് ഈ കൊലക്കും കൊടുത്തിട്ട് കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാമെന്നാണോടി വിചാരം? അതിവിടെ നടക്കില്ല. അഴിഞ്ഞാടി നടന്നോക്കെ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും നല്ലോണം അറിയാം. ഈശ്വരാ, കേട്ടില്ല മോളെ? ഇവിടെ ആരെയാ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? എന്നെ മാത്രല്ല, മോളെയും കൂടെ ഉദ്ദേശിച്ച. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ തോറ്റു നിന്നെന്ന് വിചാരിക്കണ്ട. വേണ്ടടി വേണ്ട, നീ തോക്കണ്ട. നീ മനുഷ്യ സ്ത്രീ അല്ലല്ലോ. ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോ കാമുകന്മാരെ തിരക്കി ഇറങ്ങിയിരിക്കല്ലേ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ആരാണെന്ന് ഞാൻ നോക്കില്ല. നിർത്തടി. നീ ആരോടെങ്ങനെ ചാടത്തുള്ളുന്നേ? ഈ നിൽക്കുന്ന ആരാന്നറിയാമോ നിനക്ക്? ഞങ്ങളുടെ അമ്മയാ അമ്മ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ അടിച്ച് നിന്റെ മുഖം പൊട്ടിക്കും. ഗംഗേച്ചി, മിണ്ടിപ്പോരുത് നീ. എന്താടി, കഞ്ചനാമ്മ പറഞ്ഞതൊക്കെ ശരിയല്ലേ? നീ ആരെ കാണാൻ പോയിട്ട് വരിക? വേണ്ട വേണ്ട, വിസ്തരിക്കൊന്നും വേണ്ട. ഒരു കള്ളം മറക്കാൻ വേണ്ടി 100 കള്ളം പറയാനും മടിയില്ലാത്തവളാ നീ. നിന്റെ ആങ്ങളെ ഒന്നിങ്ങ് വന്നോട്ടെ, രണ്ടിലൊന്നിന് തീരുമാനിക്കണം. മോളിങ് വന്നേ. അധിക നേരം ഇവളുടെ ദൃഷ്ടി ഏൽക്കുന്നതിന് ആപത്താ. മൂർഖം പാമ്പിന്റെ കൂട്ടി കിടക്കുന്ന അവസ്ഥയിലായല്ലോ ദൈവമേ. മോള് വാ.
ശാലുകുഞ്ഞേ, മോൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ മധു? അമ്മ വന്നിട്ട് നഴ്സറി പോളെന്ന് പറഞ്ഞ് കൊറേ വാശി പിടിച്ചു. പിന്നെ ഒരു കണക്കിന് കൊണ്ടേന്നാക്കി. കഞ്ചനാമ്മ മോനെ വല്ലതും പറയോ മറ്റോ? അറിയില്ലേ അതിന്റെ ഒരു സ്വഭാവം? എന്തൊക്കെ പറഞ്ഞാലെന്താ, അതൊന്നും ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല കുഞ്ഞെ. ഇപ്പൊ എപ്പ നോക്കിയാലും ഗംഗക്കുഞ്ഞിന്റെ റൂമിലാ ഏത് നേരവും ചെവി കടിച്ചു പറിച്ചോണ്ടിരിപ്പാ. ഒക്കെ ശാലുക്കുഞ്ഞിന്റെ കുറ്റങ്ങളാ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് കേട്ട് കേട്ട് ഗംഗക്കുഞ്ഞു ഇപ്പൊ ആളാകെ മാറിയ മട്ടാ, പഴയ ആളെയല്ല. കുഞ്ഞൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാ മതി. എന്തിനാ വെറുതെ അതൊക്കെ പറയാൻ നിൽക്കുന്നേ? എത്രയെന്ന് കരുതിയ മധു തീരെ സഹിക്കാൻ പറ്റാതാവുമ്പോഴാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. പോട്ടെ കുഞ്ഞെ, കുഞ്ഞ് വിഷമിക്കാതെ. മേളിലൊരാള് ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കല്ലേ, എല്ലാം നേരെയാവും. മോളെ, ഗിരികുഞ്ഞ് വല്ലതും പറഞ്ഞായിരുന്നോ? പാവം, അതിനീ ഗതി വന്നല്ലോ എന്നോർക്കുമ്പോഴാ. മധു, എന്താ കുഞ്ഞെ? ഗിരിയേട്ടന് ഗംഗേച്ചി ഒന്ന് കാണണമെന്ന്. പക്ഷെ ഞാനതെങ്ങനെ ഗംഗേച്ചിയോട്? മധു ഒന്ന് പറയോ? ഞാൻ പറയാം കുഞ്ഞെ. കുഞ്ഞെന്തെങ്കിലും കഴിക്കുന്നില്ലേ? രാവിലെ ഒന്നും കഴിക്കാതല്ലേ ഇറങ്ങിപ്പോയത്? ശ്യാം സാറും അതെ. കഴിച്ചോളാം, മധു പോയിക്കോ. ആ മധു, എന്താ മോളെ? ഞാൻ പറഞ്ഞത് ഗംഗേച്ചിയോട് പറയാൻ മറക്കല്ലേ. ഇല്ല കുഞ്ഞെ, ഞാൻ ദാ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ആ തൊടല അവിടെ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ചൊറിയുന്ന വർത്തമാനേ പറയൂ. ആ പിന്നെ കുഞ്ഞെ, ഗാതമോള് വിളിച്ചായിരുന്നു. കാഞ്ചനാമ്മ കുറെ കരയാൻ പറയൊക്കെ ചെയ്യുന്ന കണ്ടു. ശാലുക്കുഞ്ഞിനെ കുറിച്ച് കുറെ ഇല്ലാതീനങ്ങൾ പറയുകയും ചെയ്തു. എന്തെങ്കിലും കഴിക്കാതെ വാതിലടച്ച് കിടന്നു കളയരുതേ. ഞാൻ വേണേ ഇങ്ങോട്ട് കൊണ്ടുതരാം. വേണ്ട, ഞാൻ വന്നോളാം. എന്നാ ഞാൻ എടുത്തു വെച്ചേക്കാം. ശരി.